ചെങ്ങായിമാരെ കാസിംബായി ആട്ടോ. അപ്പൊ ഡിസംബറിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴാട്ടോ നമുക്ക് ഇങ്ങോട്ട് തണുപ്പ് വന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ സ്റ്റാളിൽ ഇരിക്കുന്നതുകൊണ്ട് ഇപ്പൊ നൈറ്റ് ഇങ്ങനെ ഡ്യൂട്ടി ഇരിക്കുന്ന സമയത്ത് ഈ ചെറിയ കാറ്റും തണുപ്പും കോടിലെല്ലാം കൊണ്ടിട്ട് എൻ്റെ മൂക്കൊക്കെ അങ്ങ് അടഞ്ഞ് ചെറിയ രീതിയിൽ ജലദോഷവും തലവേദനയും ചെറിയ പനിയൊക്കെ ആയിട്ടൊന്ന് വല്ലാത്തൊരു ദിവസമായി പോയിട്ടൊന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ അവിടെ നേരെ പോകുന്നത് മെഡിക്കൽ ഷോപ്പിലോട്ടാട്ടോ. അപ്പൊ സൂര്യമാമന്റെ മഞ്ഞുകാലത്ത് ഇങ്ങനെ ഉദിച്ചു വരുന്ന കാഴ്ച കാണാൻ തന്നെ നല്ല രസമാണ്. ആ വെയിലിന്റെ ചൂട് നമുക്ക് ഭയങ്കര സുഖമുണ്ട് കേട്ടോ. നമുക്കൊന്നും മാത്രമല്ല, അതാ നമ്മുടെ നാൽക്കാലിയായ പട്ടി അവിടെ നല്ലോണം വെയിൽ കൊള്ളുന്നുണ്ട്. ഇത് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലുള്ള ചെറിയൊരു ചെമ്പകമരം കേട്ടോ. അതിനകത്ത് നിറയെ പൂവിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ചെമ്പകമരത്തെ ചൂട്ടിലിരുന്നുകൊണ്ട് വേറൊരാൾ എന്തോ ചിരണ്ടി നിൽക്കുന്നു. ചിരണ്ടി നിൽക്കുന്നതല്ല കേട്ടോ, നമ്മുടെ പ്രഭേച്ചിയാണ്. പ്രഭേച്ചി ഡ്യൂട്ടിയിലാണ്. അപ്പൊ ഈ ഭാഗത്ത് ഇന്നത്തെ ഫുൾ ക്ലീനിങ് പ്രഭേച്ചിക്കാണ് കേട്ടോ. പ്രഭേച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നിട്ട് എന്നോട് ചോദിച്ചു എന്താടാ പറ്റിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞു പ്രഭേച്ചി ഇങ്ങനെ തലവേദനയ്ക്കുന്നൊക്കെ ഉണ്ട്, വേഗം റൂമിലോട്ട് പോട്ടെ എന്ന്. അപ്പൊ ചെമ്പകത്തോടും പ്രഭേച്ചിയോടും യാത്ര പറഞ്ഞാൽ നേരെ പോവാട്ടോ. ഇന്നൊരു 8ന്റെ പണി കിട്ടിയ ദിവസം കൂടിയായിരുന്നു. കാരണം വെച്ചാൽ ഈ ഭാഗത്തൊന്നും മെഡിക്കൽ ഷോപ്പ് തുറക്കാത്തോണ്ട് ഞാൻ വിചാരിച്ചേ 10 ഉറുപ്പ്യ ബസ്സിന് കൊടുത്തിട്ട് നമുക്ക് പഴയ ബസ് സ്റ്റാൻഡിലൂടെ പോയിട്ട് അവിടെയാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പുകളൊക്കെ ഉണ്ട്, മാധവി മെഡിക്കൽസ് ഒക്കെ. അപ്പൊ അവിടുന്ന് ഗുളിക മേടിച്ച് ചായയും കുടിച്ച് നേരെ റൂമിലോട്ട് പോകുന്ന പദ്ധതിയിൽ ഞാൻ ഇവിടുന്ന് ഒരു ബസ്സിൽ അങ്ങ് കയറിയ ബസ്സിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് റൂട്ട് മാറിപ്പോയി. ഞാൻ പോയത് പിള്ളയാർകോവിലിന്റെ അവിടെ ആയി പോയിട്ടോ. പിള്ളയാർകോവിലിന്റെ അവിടെ ചെന്ന് ഇറങ്ങി കണ്ടപ്പോഴാണ് ഇത് സ്ഥലം മാറിപ്പോയല്ലോ എന്ന് ഓർമ്മ വന്നത്. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പൊ ഈ ഭാഗത്തെ മെഡിക്കൽ ഷോപ്പ് തുറക്കണം 9 മണിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൃഷ്ണദാസ് എന്ന് പറഞ്ഞ് നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടലിലോട്ട് കയറിയിട്ട് നല്ല നെയ് റോസ്റ്റ് അങ്ങോട്ട് കഴിച്ചു. അപ്പൊ എനിക്ക് സമാധാനം ഉണ്ടായിട്ടോ. നെയ് റോസ്റ്റും നല്ല സ്റ്റീലിന്റെ ഗ്ലാസ്സിൽ നല്ല ചായ എല്ലാം കുടിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല തിരക്കൊക്കെ ഉള്ള നല്ലൊരു വൃത്തിയുള്ളൊരു ഹോട്ടലാണ്. പൂർ വെജിറ്റേറിയൻ ഹോട്ടലും കൂടിയാണ് കേട്ടോ. ഇത് കണ്ടിട്ടില്ല സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ. ഈ 2024 റെസ്റ്റോറൻറ്റിൽ ഏറ്റവും നല്ല അവാർഡ് കിട്ടിയ ഒരു ഹോട്ടലും കൂടിയാണ് കേട്ടോ. തൃപ്തിയായി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച പുറത്തിറങ്ങി പിന്നെ ഞാൻ നേരെ മെഡിക്കൽ ഷോപ്പിൽ മേടിച്ച് ഗുളികയും മേടിച്ച് റൂമിലോട്ട് മടങ്ങാം കേട്ടോ. ഒരു കുഞ്ഞു മിനി ബ്ലോഗ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ.